അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി തആല വബറകാതുഹു. ഇർബദ് മീഡിയ യൂട്യൂബ് ചാനലിലെ പ്രിയപ്പെട്ട കൂട്ടുകാരെ, എല്ലാവർക്കും അള്ളാഹു ഖൈർ പ്രദാനം ചെയ്യട്ടെ. വേദനകളും വിഷമങ്ങളും അനുഭവിക്കുന്ന എൻ്റെ പ്രിയപ്പെട്ട ഉമ്മമാർ, ചെറുപ്പക്കാരികൾ എല്ലാവർക്കും അള്ളാഹു ഖൈറിൻ്റെ വാതിൽ തുറന്നു തരട്ടെ. ഒരുപാട് ആളുകൾ ദുആ കൊണ്ട് വസിയത്ത് ചെയ്തിട്ടുണ്ട്, കമൻറ്റിലൂടെയും അല്ലാതെയും. അള്ളാഹു എല്ലാവരുടെയും പ്രയാസങ്ങളും വിഷമങ്ങളൊക്കെ തീർച്ചു തരട്ടെ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ വെള്ളിയാഴ്ചയാണ് നമ്മുടെ മജ്ലിസ്, ആരും മറക്കണ്ട. വെള്ളിയാഴ്ച 7 മണിക്ക് നമ്മുടെ മജ്ലിസ് തുടങ്ങും, വൈകുന്നേരം ഇൻഷാ അല്ലാഹ്. ഇന്ന് നമ്മൾ പറയാൻ പോകുന്നത് വളരെ രസകരവും വളരെ അത്യാവശ്യകരവുമായ ഒരു കാര്യത്തെക്കുറിച്ചാണ്. ഒരുപാട് ആളുകളുടെ സംശയങ്ങളാണ് പറയാൻ പോകുന്നത്. പൊതുവേ നമുക്കറിയാം, നമ്മുടെ വീട്ടിലൊക്കെ പാവപ്പെട്ട നമ്മുടെ പെങ്ങന്മാർ, സ്ത്രീകളൊക്കെ ഉള്ളവരാണ്. നമ്മൾ ഏത് അമൽ നമ്മൾ വീഡിയോ യൂട്യൂബിലിട്ടാലും സ്ത്രീകൾ ചോദിക്കുന്ന പ്രധാനപ്പെട്ട ചോദ്യമാണ്, ഉസ്താദേ മെൻസസ് സമയത്ത് ചെയ്യാൻ പറ്റുമോ? മെൻസസുമായി ബന്ധപ്പെട്ട് ഒരുപാട് സംശയങ്ങളുണ്ട്. എല്ലാ സ്ത്രീകൾക്കും പീരീഡ്സ് ആകാറുണ്ട്, എല്ലാവർക്കും അറിയാം. ആദ്യകാലങ്ങളിലൊക്കെ പീരീഡ്സ് ആകുക, മെൻസസ് ആകുക എന്ന് പറഞ്ഞാൽ അത് വളരെ രഹസ്യമായി വെക്കുകയും, അതുപോലെ തന്നെ ഇനിയിപ്പോൾ പീരീഡ്സ് ആയവർക്ക് നമ്മൾ ഷോപ്പുകളിലൊക്കെ പോയി വിസ്പർ പേഡൊക്കെ മേടിക്കുമ്പോൾ നമ്മൾ വളരെ രഹസ്യമായി മേടിച്ചിരുന്ന ഒരു സംഭവമായിരുന്നു. ഇന്നത് വളരെ കോമൺ ആയിട്ട്, വളരെ ഒരു ഓപ്പണായിട്ട്, കാരണം അത്രയും ജനങ്ങൾക്ക് അതെന്താണെന്ന് ഈ വരും തലമുറകളിലേക്ക് അത് വളരെ നല്ല രീതിയിൽ അറിയപ്പെട്ടു. ഒരു പെണ്ണാവുമ്പോൾ ആ പെണ്ണിൻ്റെ പീരീഡ്സ് ഉണ്ടാകും, 7 ദിവസം അതിങ്ങനെയാകും, അതിന് ഇത്തരം ബുദ്ധിമുട്ടുകളും പ്രയാസങ്ങളുണ്ട്, അത് നമ്മൾ മനസ്സിലാക്കണം. ഇത്തരം കാര്യങ്ങളൊക്കെ ഇന്ന് ജനങ്ങളിലേക്ക് ഈ സോഷ്യൽ മീഡിയ ഉണ്ടായതുകൊണ്ട് ഒരുപാട് അറിവുകൾ കിട്ടി. അപ്പോൾ പീരീഡ്സിനെ സംബന്ധിച്ചിട്ടുള്ള കുറച്ച് സംശയങ്ങളും അതിനുള്ള മറുപടിയാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരാൻ പോകുന്നത്. ഒരുപാട് ആളുകളുടെ സംശയമായിരിക്കാം. ഇനി ഞാൻ ഈ പറയാൻ പോകുന്ന കാര്യത്തിൽ നിങ്ങൾക്ക് ഏതെങ്കിലും സംശയം ഞാൻ പറയാൻ വിട്ടിട്ട് പോയതോ, അതല്ലെങ്കിൽ നിങ്ങൾക്ക് ഇനി സംശയമുള്ളതോ കാര്യങ്ങൾ നിങ്ങൾക്ക് കമൻറ്റിലൂടെ ചോദിക്കാം ഇൻഷാ അല്ലാഹ്. കുറച്ച് സംശയങ്ങൾ ഞാൻ പറയാം, അതിന് മറുപടിയും ഞാൻ പറയാം ഇൻഷാ അല്ലാഹ്. അള്ളാഹു സ്വീകരിക്കട്ടെ, അള്ളാഹു ഖബൂൽ ചെയ്യട്ടെ ഇൻഷാ അല്ലാഹ്. അള്ളാഹു നമ്മളെ കേട്ടെടുക്കട്ടെ, ആമീൻ യാ റബ്ബൽ ആലമീൻ ഇൻഷാ അല്ലാഹ്. ആർത്തവുമായി ബന്ധപ്പെട്ട്, പീരീഡ്സുമായി ബന്ധപ്പെട്ടുള്ള സംശയം ഒന്നാമതായിട്ട്, ഇത് പല ആളുകളുടെയും സംശയമാണ്, ഉസ്താദെ ശരിക്കും മനുഷ്യ സ്ത്രീകൾക്ക് മാത്രമാണോ പീരീഡ്സ് ഉണ്ടാകുന്നത്? ഒരു മനുഷ്യനായിട്ടുള്ള ഒരു വർഗം, അവർക്ക് മാത്രമാണോ ഈ പീരീഡ്സ് ഉള്ളത് എന്നുള്ള സംശയമുള്ള ആളുകൾ മനസ്സിലാക്കുക, ഇത് മനുഷ്യ സ്ത്രീകൾക്ക് മാത്രമല്ല, മൃഗങ്ങളിലും ചിലർക്ക് പീരീഡ്സ് ഉണ്ട്. ഏതൊക്കെ മൃഗങ്ങളൊക്കെയാണെന്ന് ഞാൻ ഒരു ഉദാഹരണം പറയാം. ഒന്ന് മുഴലിന് പീരീഡ്സ് ഉണ്ട്. അതുപോലെ തന്നെ കഴുതപ്പുലി, വവ്വാല്, കുതിര, ഒട്ടകപ്പക്ഷി തുടങ്ങിയ ജീവികൾക്കും എന്തുണ്ട്? മെൻസസ് എന്ന് പറയുന്ന സംഭവം ഉണ്ട്. ഇത് വളരെ വ്യക്തമായി ഷർവാനി ഇബ്നു ഖാസിമിലൊക്കെ വളരെ വിവരിക്കപ്പെട്ട കാര്യങ്ങളാണ് ഞാൻ പറയുന്നത്. അതുപോലെ തന്നെ ശരിക്ക് ഈ പീരീഡ്സ് എത്ര വയസ്സിലാണ് തുടങ്ങുക? എത്ര വയസ്സിലാണ് പീരീഡ്സ് ഒരു സ്ത്രീ ജനിച്ച് വളർന്നു വരുമ്പോൾ എത്രാമത്തെ വയസ്സ് മുതലാണ് പീരീഡ്സ് തുടങ്ങുക? അതിൽ 8.25 വയസ്സ്, 8 വയസ്സിൻ്റെ അവിടുന്ന് 8.25 വയസ്സിൻ്റെ അവിടുന്ന് പീരീഡ്സ് തുടങ്ങാൻ ചാൻസ് ഉണ്ട്. മനസ്സിലായോ ഇൻഷാ അല്ലാഹ്. അതുപോലെ തന്നെ ഈ ആർത്തവം, അതായത് പീരീഡ്സ് ഉള്ള സമയം, അത് ശരിക്കും എത്ര ദിവസമാണ്? ഒരു സാധാരണ നോർമലായ ഒരു പെണ്ണിന് പീരീഡ്സിൻ്റെ ദിവസം എത്രയാണ്? കോമൺ ആയിട്ട് നമ്മളൊക്കെ പറയും 7 ദിവസം എന്ന്. ശരിക്ക് ഒരു പീരീഡ്സ് ഉള്ള പെണ്ണിൻ്റെ ദിവസം ചുരുങ്ങിയത്, വളരെ ചുരുങ്ങിയത് 1 ദിവസമാണ് സാധാരണ. മനസ്സിലായോ? ഇനി സാധാരണയായിട്ടുള്ളത് 6-7 ദിവസങ്ങളിലാണ്. 7 ദിവസമാണെന്നുള്ളത് നമുക്കൊക്കെ അറിയാം. ശരിക്ക് ചുരുങ്ങിയത് 1 ദിവസമാണ്. ഇനി അവിടെ നിന്ന് അങ്ങനെ പോവുകയാണെങ്കിലോ ഒരു കോമൺ ആയിട്ട് 6-7 ദിവസം വരെ ഒരു പെണ്ണിന് പീരീഡ്സ് ഉണ്ടാവാം. അതുപോലെ തന്നെ ഇനി ഏറ്റവും കൂടിയ മെൻസസ് ആണെങ്കിലോ എത്ര ദിവസം വരെ നീണ്ടു നിൽക്കും? അതിനെക്കുറിച്ച് പല ആളുകൾക്കും സംശയമുണ്ട്. 7 ദിവസം കഴിഞ്ഞിട്ട് വീണ്ടും ഈ ബ്ലഡ് കണ്ടുകൊണ്ടേ ഇരിക്കുകയാണ്. അത് ഈ മെൻസസിൻ്റെ പരിധിയിൽ പെടുമോ എന്ന് ചോദിക്കുന്ന പല ആളുകളുണ്ട്. എൻ്റെ പ്രിയപ്പെട്ട കൂട്ടുകാരികളെ, 15 ദിവസമാണ്
പീരീഡ്സിൻ്റെ കണക്ക്. അതായത് ഒരു പെണ്ണിനെ സംബന്ധിച്ചിടത്തോളം മാസത്തിൽ നമുക്കുണ്ടാകുന്ന പീരീഡ്സിൻ്റെ അളവ് സമയമാണ്. നമുക്ക് ഒരു ദിവസം മുതൽ 7 ദിവസം 6 ദിവസം 8 ദിവസം അങ്ങനെ പോയി 15 ദിവസം വരെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ അത് മെൻസസിൻ്റെ പരിധിയിൽ പെടും. 15 ദിവസം വരെ പീരീഡ്സ് ആയി കഴിഞ്ഞാൽ അത് മെൻസസിൻ്റെ പരിധിയിൽ പെടും. 15 ദിവസം കഴിഞ്ഞാലോ? 15 ദിവസം കഴിഞ്ഞാൽ പിന്നെ പ്രശ്നമാണ്. അത് പിന്നെ എന്തല്ല, ഒരിക്കലും മെൻസസ് അല്ല. അത് കഴിഞ്ഞാൽ പിന്നെ നിങ്ങൾ ചികിത്സ തേടേണ്ടതുണ്ട്. 15 ദിവസം കഴിഞ്ഞതിന് ശേഷവും ബ്ലഡ് വരികയാണെങ്കിൽ നിങ്ങൾ ചികിത്സ തേടേണ്ടത് നിർബന്ധമാണ്. പിന്നെ അത് മെൻസസ് ആണെന്ന് പറയാൻ പാടില്ല കേട്ടോ. അതുപോലെ തന്നെ മറ്റൊരു സംശയം, ഇപ്പം ഞാനീ പറഞ്ഞ ഈ സംഭവങ്ങളൊക്കെ കിതാബുകളിലും ഇതിലൊക്കെ രേഖപ്പെടുത്തിയ കാര്യങ്ങളാണ് ഞാൻ നിങ്ങൾക്ക് പറഞ്ഞു തരുന്നത്. മനസ്സിലായോ? ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ മെൻസസ് നിന്നിട്ട് കുളിച്ചിട്ടില്ല എങ്കിൽ നോമ്പ് നോൽക്കാൻ പറ്റുമോ എന്ന് പല ആളുകളോട് ചോദിക്കും. മെൻസസ് കഴിഞ്ഞു, ദിവസമൊക്കെ കഴിഞ്ഞു, പക്ഷെ കുളിച്ചിട്ടില്ല, അങ്ങനെയാണെങ്കിൽ നോമ്പ് നോക്കാൻ പറ്റുമോ? എന്താ സംശയം? നോൽക്കാം, ഒരു കുഴപ്പമില്ല. തുഹഫയിൽ ഇത് പറഞ്ഞിട്ടുണ്ട്. മനസ്സിലായോ? എന്നാൽ മറ്റു ഇബാദത്തുകൾക്കൊന്നും എന്ത് ചെയ്യുക, ഇത് പറ്റൂല. അപ്പോൾ കുളി ഷർത്താണ്. കുളിക്കൽ ഷർത്താണ്. ഖുർആൻ ഓതുക, നിസ്കരിക്കുക, ഇതിനൊക്കെ കുളി ഷർത്താണ്. നോമ്പ് അനുഷ്ഠിക്കുന്നതിന് നിങ്ങൾ കുളിച്ചിട്ടില്ലെങ്കിൽ നിങ്ങൾക്ക് നോമ്പ് അനുഷ്ഠിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ്. ഇനി അടുത്ത ഒരു സംശയം, ഇനിയിപ്പോൾ ഈ 15 ദിവസം കഴിഞ്ഞു, അത്തരത്തിൽ ബ്ലഡുകളുള്ള സ്ത്രീകൾ നിസ്കരിക്കേണ്ടി വരുമോ? 15 ദിവസം കഴിഞ്ഞു. മെൻസസിൻ്റെ പരിധി എന്ന് പറഞ്ഞത് 15 ദിവസമാണല്ലോ. ആ 15 ദിവസം കഴിഞ്ഞിട്ടും ഒരു പെണ്ണ് വീണ്ടും പീരീഡ്സ് ആയിക്കൊണ്ടിരിക്കുന്നു, ബ്ലഡ് വന്നുകൊണ്ടേയിരിക്കുന്നു. അങ്ങനെയാണെങ്കിൽ ആ പെണ്ണ് നിസ്കരിക്കണോ? നിസ്കരിക്കണം. നോമ്പ് നോക്കണോ? നോമ്പ് നോക്കണം. ഇബാദത്തെടുക്കണോ? ഇബാദത്തെടുക്കണം. കാരണം എന്താ? അത് പിന്നെ മെൻസസ് ആണെന്ന് പറഞ്ഞാൽ പരിധിയിൽ നിൽക്കില്ല. മനസ്സിലായോ? ഇതും തുഹഫയിൽ പറഞ്ഞിട്ടുള്ള കാര്യമാണ്. അസ്ഥി സ്രാവം പല ആളുകൾക്കും അറിയാം. വെള്ളപ്പോക്ക് എന്ന് പറഞ്ഞ അസുഖം, അതായത് സ്ത്രീകളിൽ നിന്നും രഹസ്യഭാഗത്തിൽ നിന്നും ഒരു വെള്ളക്കൊഴുപ്പിലുള്ള ഒരു ദ്രാവകം വരുന്നതിനാണ് ഈ വെള്ളപ്പൊക്ക് എന്ന് പറയുന്നത്. അത്തരം അസുഖമുള്ള സ്ത്രീകൾ നിസ്കരിക്കാൻ പറ്റുമോ, നിസ്കരിക്കാൻ പാടുണ്ടോ എന്ന് ചോദിക്കാറുണ്ട്. നിസ്കരിക്കണം കേട്ടോ. അങ്ങനത്തെ ആളുകളും നിസ്കാരം നിർബന്ധമാണ്. അവർക്ക് നിസ്കാരത്തിന് ഒരു ഇളവുമില്ല. ഇത്തരം സ്ത്രീകൾ എങ്ങനെയാണ് നിസ്കരിക്കേണ്ടത് എന്ന് ചോദിക്കാറുണ്ട്. അവരോട് പറയാനുള്ളത്, നിങ്ങളുടെ രഹസ്യഭാഗം നന്നായി കഴുകി പഞ്ഞി വെച്ച് കെട്ടുക, വുളൂ ചെയ്ത ഉടനെ നിസ്കരിക്കുക. മനസ്സിലായോ? പിന്നെ സ്ത്രീകളിൽ പല ആളുകൾക്കും പല രീതിയിലാണ് ബ്ലഡിൻ്റെ കളർ ഉണ്ടാവുക. ചില ആളുകൾക്ക് കറുപ്പ് കളറായിരിക്കും, ചില ആളുകൾക്ക് ചുവപ്പ് കളറായിരിക്കും, ചില ആളുകൾക്ക് ഡാർക്ക് കളറായിരിക്കും, ചില ആളുകൾക്ക് മങ്ങിയ കളറായിരിക്കും. പല കളറിലും ഈ രക്തം വരാൻ ചാൻസ് ഉണ്ട്. അങ്ങനെ കളർ മാറ്റം വരുന്ന രക്തം അത് ശരിക്ക് ആർത്തവം തന്നെയാണോ? അതായത് മെൻസസ് എന്ന് പറയുന്ന ആ ഒരു പരിധിയിൽ പെടുമോ? അതിന് ഉത്തരം പറയുകയാണ്, ഒരു ദിവസത്തേക്കാൾ കുറയാതെയും 15 ദിവസത്തേക്കാൾ കൂടാതെയും കാണുന്ന രക്തമെല്ലാം ആർത്തവമാണ്. അതായത് 15 ദിവസത്തിനുള്ളിലുള്ള എല്ലാ രക്തവും, അത് കറുപ്പായിക്കോട്ടെ, അതേപോലെ തന്നെ ഡാർക്ക് ആയിക്കോട്ടെ, ചുവപ്പായിക്കോട്ടെ, ഏത് കളറിൽ വന്നാലും അത് ആർത്തവത്തിൻ്റെ പരിധിയിൽ പെടും ഇൻഷാ അല്ലാഹ്. അതേപോലെ തന്നെ ആർത്തവക്കാരിക്ക് തിന്നുമ്പോൾ ബിസ്മി ചൊല്ലാൻ പറ്റുമോ എന്ന് ചോദിച്ച പല ആളുകളുമുണ്ട്. അതായത് ഭക്ഷണം കഴിക്കുമ്പോൾ ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് പറയാൻ പറ്റുമോ? പറ്റും. കാരണം ബിസ്മില്ലാഹിർ റഹ്മാൻ ഖുർആൻ്റെ ഒരു ആയത്തും കൂടിയാണല്ലോ. ഇപ്പോൾ ഈ പീരീഡ്സ് ആയ ആളുകൾ ഖുർആൻ ഓതാൻ പാടില്ല എന്നൊക്കെ ഉണ്ടല്ലോ. അതുകൊണ്ടാണ് അങ്ങനെ ഒരു ചോദ്യം ഉന്നയിക്കുന്നത്. ആർത്തവക്കാരികൾ ഈ ബിസ്മി ചൊല്ലാൻ പറ്റുമോ, ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം എന്ന് ചൊല്ലാൻ പറ്റുമോ? അത് ചൊല്ലാൻ പറ്റും കേട്ടോ. മറ്റു ദിക്റുകളെല്ലാം ചൊല്ലാം. ഖുർആൻ ഓതുന്നു എന്ന് ഉദ്ദേശിക്കാതെ ചൊല്ലണം. ബിസ്മില്ലാഹിർ റഹ്മാനിർ റഹീം, ഇത് ഞാൻ ഖുർആനിൻ്റെ ആയത്തല്ല, ഇതൊരു ദിക്റായിട്ട് അങ്ങോട്ട് ചൊല്ലുക. ഖുർആനായിട്ട് നിങ്ങളതിനെ ചൊല്ലാതിരിക്കുക ഇൻഷാ അല്ലാഹ്. ആർത്തവം നിന്നു, കുളിച്ചിട്ടില്ല എങ്കിലും ഭർത്താവുമായി ഇണചേരാൻ പറ്റുമോ? പല ആളുകളുടെയും സംശയമാണ്. അതായത് പീരീഡ്സ് നിന്നു, പക്ഷെ ഫർള് കുളിച്ചിട്ടില്ല എങ്കിൽ ഭർത്താവുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പറ്റുമോ? ഒരിക്കലും പാടില്ല കേട്ടോ. വളരെ പ്രയാസമാണ്, ഒരിക്കലും പാടില്ല. നിങ്ങൾ ഫർള് കുളിച്ചതിന് ശേഷം മാത്രമേ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുള്ളൂ ഇൻഷാ അല്ലാഹ്.
അതുപോലെ തന്നെ അസുഖമായ രക്തം, അതായത് 15 ദിവസം കഴിഞ്ഞിട്ട് പിന്നെ വരുന്ന രക്തം അസുഖമാണല്ലോ. അത്തരം അസുഖമായ രക്തം വന്നാൽ നമ്മുടെ ഉളു മുറിയുമോ എന്ന് ചോദിക്കാറുണ്ട്. അതായത് 15 ദിവസം കഴിഞ്ഞു, ആർത്തവത്തിൻ്റെ സമയത്തിൻ്റെ പരിധി കഴിഞ്ഞല്ലോ, ഇനി വരുന്നത് ഒരു രോഗമാണ്. ആ സമയത്ത് വരുന്ന ബ്ലഡ്, അത് ഏത് കളറുള്ള ബ്ലഡാണെങ്കിലും ആ സമയത്ത് ഈ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ നമ്മളെടുത്ത ഉളു മുറിയുമോ? മുറിയും എന്നാണ് ഉത്തരം. അത് മുറിയും കേട്ടോ. നിങ്ങൾ വേറെ ഉളു എടുക്കേണ്ടതുണ്ട്. ആ ഉളു മുറിയും, ഒരു സംശയമില്ല. അങ്ങനെ മുറിഞ്ഞാൽ അങ്ങനെ ബ്ലഡ് വന്നു കഴിഞ്ഞാൽ കുളി നിർബന്ധമാവുമോ? 15 ദിവസത്തെ പരിധി കഴിഞ്ഞതിന് ശേഷം ഇതുപോലെ പീരീഡ്സ് ആവുക എന്നുള്ള ഒരു പരിധിയിൽ വീണ്ടും ബ്ലഡ് വന്നുകൊണ്ടിരിക്കുക 15 ദിവസം കഴിഞ്ഞിട്ട്. അങ്ങനെയാണെങ്കിൽ എന്ത് ചെയ്യും? നമ്മൾ കുളിക്കണോ? കുളിക്കേണ്ടതില്ല. ഹൈദിനും നിഫാസിനും മാത്രമേ കുളി നിർബന്ധമാവുള്ളൂ. അല്ലാത്ത 15 ദിവസം കഴിഞ്ഞിട്ട് വരുന്നതിന് കുളി നിർബന്ധമല്ല. അതുപോലെ തന്നെ പീരീഡ്സ് ഉള്ള സമയത്ത് ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടാൻ പാടുണ്ടോ? പല ഭർത്താക്കന്മാരും നിർബന്ധിക്കാറുണ്ടെന്ന് ഞാൻ പല സ്ത്രീകളിൽ നിന്നും വിഷമങ്ങൾ കേട്ടിട്ടുണ്ട്. ഉസ്താദെ, പീരീഡ്സ് ഉള്ള സമയത്തും എൻ്റെ ഭർത്താവ് ശാരീരികമായി ബന്ധപ്പെടാൻ നിർബന്ധിക്കുകയാണെന്നൊക്കെ പറയാറുണ്ട്. ഒരിക്കലും ചെയ്യാൻ പാടില്ല, കടുത്ത തെറ്റാണത്. അത്തരം ആളുകളുണ്ടെങ്കിൽ വേഗം തിരുത്തിക്കോളി. പീരീഡ്സ് ഉള്ള സമയത്ത് ബന്ധപ്പെടാൻ നിങ്ങൾ നിർബന്ധിക്കുന്നുണ്ടെങ്കിൽ അതിൽ നിന്ന് ഒഴിഞ്ഞു മാറുക. വലിയ വലിയ മാരക രോഗങ്ങൾ വരാൻ ഏറ്റവും കൂടുതൽ സാധ്യതയുണ്ട്. ഒരിക്കലും അങ്ങനെ ചെയ്യാൻ പാടില്ല. ഇൻഷാ അല്ലാഹ് ഈ ഒരു സംശയങ്ങളും മറുപടികളും നിങ്ങൾക്ക് ഉപകാരപ്പെട്ടു എന്ന് ഞാൻ വിശ്വസിക്കുന്നു. അള്ളാഹു സ്വീകരിക്കട്ടെ, അമലുകളൊക്കെ അള്ളാഹു സ്വീകരിക്കട്ടെ. ഞാൻ ഈ പറഞ്ഞ കാര്യങ്ങളിൽ എന്തെങ്കിലും നിങ്ങൾക്ക് ഇനി വേറെ സംശയം ഉണ്ടെങ്കിൽ നിങ്ങൾക്കത് ചോദിക്കാവുന്നതാണ്. ഇൻഷാ അല്ലാഹ് മറുപടി ഞാൻ തരും.